ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്നായി പണിയെടുത്തുവെന്നും UDF ടീം വർക്കിൻ്റെ പ്രതിഫലനമാണ് ഏവരെയും അമ്പരിപ്പിച്ച വിജയമെന്നും അവകാശപ്പെടുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പദത്തിന് മുന്നിലെത്തുമ്പോൾ ഈ കൂട്ടായ്മയോ അഭിപ്രായ അച്ചടക്കമോ UDFിൽ നിന്ന്, വിശിഷ്യ കോൺഗ്രസിൽ നിന്ന് നഷ്ടമാകുന്നതാണ് കാഴ്ച. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അവഗണിച്ച് ചിലരെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഇടതുപക്ഷത്താണെങ്കിൽ ഇത്തരം പടലപ്പിണക്കങ്ങൾ താരതമ്യേന കാണുന്നുമില്ല. ജനങ്ങളെ നിരാശമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളോട് അങ്ങയുടെ പ്രതികരണം? അത് എല്ലാവർക്കുമുള്ള പ്രതികരണം തന്നെയാണല്ലോ ഇതോടെ വരിക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യവും സ്വാതന്ത്ര്യമൊക്കെ വളരെ കൂടുതലുള്ള ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ്. വളരെ ജനകീയമായിട്ടുള്ള, വളരെ ജനാധിപത്യം, അത് അതിന് വേണ്ടതിൻ്റെ പരിധിക്ക് അപ്പുറം ഉള്ള ഒരു സംഘം. ഇപ്പോൾ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തിലാണ് UDF യഥാർത്ഥത്തിൽ വിജയം വരിച്ചത്. അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള LDF ആണ് ഭരണം. ആ രീതിയിലാണ് ആക്കിയത്. അങ്ങനെയുള്ള മുന്നണികൾ, ഒരു മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ, പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കീഴിൽ 2 മുന്നണികളായിക്കൊണ്ടാണ് ഇവിടെ ഭരണം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് നേതാക്കൾ അതിലുണ്ട്. എല്ലാവരും യോഗ്യരാണ്. മുഖ്യമന്ത്രിമാരാകാൻ എല്ലാവരും ഉണ്ട്. 10 മുഖ്യമന്ത്രി പറ്റുമെങ്കിൽ 10 ആളാകാൻ അതിലാളുമ്പോഴുണ്ട് വലിയ യോഗ്യർ. അപ്പോൾ ആ യോഗ്യരൊക്കെ അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഒരു സ്വഭാവം ഈ കോൺഗ്രസ്സിലുള്ളതാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ സ്റ്റേജാണെന്ന് വെച്ചാൽ എത്ര തവണ ആ സ്റ്റേജ് പൊളിഞ്ഞടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ അവകാശമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരും എല്ലാവരും അവിടെ ഇരിക്കാൻ അവകാശമുള്ളത് ആ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ്. ഏതായാലും ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മളെ രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുള്ള ഒരു നേതാവ് എന്ന് നിലനിൽക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയാണ്, എടുത്തു മാറ്റിയാണ് യഥാർത്ഥത്തിൽ VD സതീശന് നൽകിയത്. അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ടതാണെന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കമ്പൊക്കെ ഉണ്ടാവും, കുറച്ച് സീനിയോറിറ്റിയുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പരിശ്രമിക്കുകയും മുന്നിൽ നിൽക്കുകയും ചെയ്ത ഒരു ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനാണ് അത് കിട്ടേണ്ടതെന്ന് അദ്ദേഹത്തിനും തോന്നും, അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്കും തോന്നും, പൊതുവിൽ വീക്ഷിക്കുന്ന എല്ലാവർക്കും തോന്നും അദ്ദേഹത്തിനാണ് വേണ്ടതെന്ന്. KC വേണുഗോപാൽ ഈ കൂട്ടത്തിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്ന നല്ലൊരു മതിപ്പുണ്ട്. ആ മതിപ്പിന് ഒരു പ്രയാസം ആണ് വാസ്തവത്തിലുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് കിട്ടേണ്ടിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പവറിന് കിട്ടാനില്ല. സോണിയാഗാന്ധിയുടെയും അതുപോലെ രാജീവ് ഗാന്ധിയുടെയും ഏറ്റവും അടുത്ത ആളായി ഒരു മലയാളിയായിട്ടുള്ള KC വേണുഗോപാൽ വരുമ്പോൾ കോൺഗ്രസ്സിലെ മലയാളികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ആ നിലക്ക് അദ്ദേഹത്തോട് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലെ അംഗങ്ങളൊന്നും മത്സരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ, അദ്ദേഹം അടക്കമുള്ള ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കെ അദ്ദേഹം അതിന് മത്സരിക്കാനും നിൽക്കാതിരിക്കെ കിട്ടിയപ്പോഴായിട്ട് അധികാരം എന്നുള്ള നിലക്ക് വരുമ്പോഴോ മറ്റുള്ളവർ തൻ്റെ പേരിൽ പറയുമ്പോഴോ തീർച്ചയായും അദ്ദേഹം മാറി നിൽക്കേണ്ടതായിരുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകൻ എന്ന നിലക്ക് എല്ലാവരും കാണിച്ചത് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്ന ഒരു അഭിപ്രായം. ബാക്കിയുള്ളവർ 2 ആളും പിന്നെ പറയാൻ കുറച്ചൊക്കെ ഒരു ചാൻസ് ഉണ്ട്. കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻഷാ അല്ലാഹ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും, നമുക്ക് കാണാം. ഇന്നോ നാളെയായിട്ട് വരുന്നത് കാണാം. ഏതായാലും ഒരു അലങ്കോലമായിപ്പോയി, ഒരു പ്രയാസമായിപ്പോയി എല്ലാവരും കൂടി കാണിക്കുന്ന ഈ കോപ്രായം കാണുമ്പോൾ തോന്നുകയാണ്.